വണ്ടി ടൊയോട്ട ഫോർച്യൂണറാണ്. ഫോർച്യൂണർ 2012 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വർക്ക് ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. കംപ്ലയിൻറ്റ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടായ കംപ്ലയിൻറ്റ്, അതുപോലെ കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് ബോഡി ഫുള്ളായിട്ട് വൈബ്രേഷൻ, നല്ല വൈബ്രേഷൻ. അതുപോലെ തന്നെ വണ്ടി നമ്മൾ കട്ട് റോട്ടിൽ ഈ എന്താ പറയുക, ഇങ്ങനെ കുഴിയുള്ള റോഡിലൊക്കെ പോകുമ്പോൾ വണ്ടി ഇങ്ങനെ ആഞ്ചി എടുത്തെറിഞ്ഞ് പോകും. ആ ഒരു കംപ്ലയിൻ്റാണ് മെയിനായിട്ടുള്ളത്. അതുപോലെ ബോഡി വൈബ്രേഷൻ, അതാണ് കസ്റ്റമർക്ക് മെയിൻ. എന്താണെന്ന് വെച്ചാൽ ഉള്ളിലിരുന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നല്ലൊരു വൈബ്രേഷൻ, ഫുള്ളായിട്ട് കിടന്നിട്ട് ബ്രെന്ന് പറയുന്നൊരു വൈബ്രേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും നോക്കുമ്പോൾ നമുക്കത് എഞ്ചിൻ മൗണ്ടാണ് പോയിരിക്കുന്നത്. എഞ്ചിൻ മൗണ്ട് ഗിയർ ബോക്സ് മൗണ്ട് ഫുള്ളായിട്ട് പോയിട്ടുണ്ട്, ചെക്ക് ചെയ്തു. അപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഗിയർ ബോക്സ് മൗണ്ട് മാറി, എഞ്ചിൻ മൗണ്ട് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് സസ്പെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കണം. ഞാൻ ഇതിൻ്റെ ലോവറാം അപ്പുറമൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. പിന്നെ വണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടി ഫുള്ള് മോഡിഫിക്കേഷൻ ചെയ്തേക്കാം, നമ്മൾ പുറമേ ചെയ്തതാണ്. അതുപോലെ ഇൻറ്റീരിയറാണെങ്കിലും ശരി എക്സ്റ്റീരിയറാണെങ്കിലും ശരി പക്ക നീറ്റ് ആൻഡ് ഒരു വലിയൊരു ലുക്കിലേക്കാണ് വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ലോവറാമും അപ്പറാമിൻ്റെയും ബുഷുകൾ കംപ്ലീറ്റും പൊട്ടിപ്പോയിരിക്കണം. അതാണ് ഈ സ്റ്റെബിലിറ്റി ഇല്ലാതെ വണ്ടി ആഞ്ചി പോകുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ ബുഷ്കിറ്റ് ഞാൻ കാണിച്ചു തരാം, പൊട്ടിയത് എന്തായാലും ഒന്ന് അഴിച്ചു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ലോവറാമും അപ്പറാമും അഴിച്ചു വെച്ചിട്ടുണ്ട്. ലോവറാം ബോൾ ജോയിൻ്റ് അപ്പറാം ബോൾ ജോയിൻ്റ് കംപ്ലീറ്റ് പോയിരിക്കുക, നല്ല ഷേക്കാണ് ഫുള്ളായിട്ട്. ബോൾ ജോയിൻ്റൊക്കെ നല്ല കിടുകിട് എന്നുള്ള ആട്ടമാണ്. അത് മാത്രമല്ല ബുഷ് വന്നിട്ട് ഇതിൽ പൊട്ടി ആ സ്ലീവൊക്കെ പുറത്താണ് വന്നിരിക്കുന്നതല്ലേ, കണ്ടോ, ഇത്രത്തോളം ഇല്ല. ഈ ബുഷിലാണ് കറക്റ്റ് ആക്ഷൻ കറക്റ്റായിട്ട് നിൽക്കുന്നത്. നമ്മുടെ സ്പ്രിങ് ആക്ഷൻ ഉണ്ടാവും, അതുപോലെ ഈ ബുഷിനും മെയിൻ ഒരു പ്രധാന ഘടകമാണ് ഈ ആക്ഷൻ്റെ ഇത്. അപ്പോൾ അത് മൊത്തം സ്ലീവൊക്കെ പൊട്ടി ഒന്നുമില്ലാതെ നിൽക്കുക. ഇത് ഇടുമ്പോൾ തന്നെ ഹൈറ്റിനും വളരെ വ്യത്യാസം വരും. ഈ ബുഷ് ഇങ്ങനെ സ്ലീവ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈറ്റ് ഫുള്ളായിട്ട് താഴും. ഇത് ഇനിയിപ്പോൾ നമ്മൾ ബുഷ് കിറ്റൊക്കെ മാറി എല്ലാം വരുമ്പോൾ വണ്ടി കുറച്ചുകൂടെ എണിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വണ്ടി ഓടിക്കാനും നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാകും. ഇപ്പോൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സാധനമില്ല. വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പോകും. അതുപോലെ തന്നെ കട്ട് റൂട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചാടിയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഫ്രണ്ടിലെ സസ്പെൻഷൻ കംപ്ലീറ്റ് മാറുന്നുണ്ട്. നമ്മൾ ഷോക്ക് മാറുന്നുണ്ട്. ലോവറാമിൻ്റെ ബുഷ് അപ്പറാമിൻ്റെ ബുഷ്, അതിൻ്റെ ബോൾ ജോയിൻറ്റുകൾ, ടൈറോഡ് എൻഡ്, സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, 2 ഷോക്ക് മൗണ്ടും ഇതിനകത്ത് നമ്മൾ മാറുന്നുണ്ട്. അതുപോലെ എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ട് നമ്മൾ ഒറിജിനൽ തന്നെയാണ് ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ എഞ്ചിൻ്റെ നോയ്സ് നല്ലവണ്ണം നമുക്ക് ഉള്ളിലേക്ക് ബ്രെന്ന് പറഞ്ഞിട്ട് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അത് വന്നിട്ട് മൗണ്ടിൻ്റെ ഒന്ന്. പിന്നെ അതുമാത്രമല്ല റഫ്നെസ് വരുന്നത് അതിൻ്റെ സ്റ്റിയറിംഗ് കോളം ബൂട്ടും പൊട്ടിക്കിടക്കുകയാണ്. അതും നമ്മളിതിനകത്ത് മാറുന്നുണ്ട്. അതും നമ്മൾ ഒറിജിനൽ തന്നെ ഇതിനകത്ത് കയറ്റുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഫോർച്യൂണറിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സസ്പെൻഷൻ കംപ്ലീറ്റും പണിതിട്ടുണ്ട്. അതുപോലെ ഷോക്ക് മൗണ്ട്, അതുപോലെ എന്താ പറയുക ലോവർ ആമിൻ്റെ ബോൾ ജോയിൻറ്റുകൾ, ബുഷുകൾ കംപ്ലീറ്റും A to Z നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റുകൾ മാറ്റിയിട്ടുണ്ട്, ടയറോഡ് എൻഡ് മാറ്റിയിട്ടുണ്ട്, സ്റ്റെബിലൈസറിൻ്റെ ലിങ്ക് റോഡ് മാറ്റിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ചെയ്തിട്ടുള്ള എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടാണ്. എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും മാറാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര വൈബ്രേഷനായിരുന്നു. ബൂന്ന് പറഞ്ഞുള്ള ഒരു നല്ലൊരു വൈബ്രേഷനാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പക്കാ സ്മൂത്താണ് വണ്ടി. ഇപ്പോൾ 4th ഗിയറിലാണ് പോണത്, ഒരു 50 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നുണ്ട്. ആക്സിലേഷൻ കൊടുത്താലും വണ്ടി സൈലൻ്റ് ആണ്, ആ പോണ വാക്കിൽ തന്നെ പോകുന്നത്. എഞ്ചിൻ ഓണാണോ ഓഫാണോ എന്നുള്ള കാര്യം കൂടെ നമുക്കറിയില്ല. ചെറിയ ഒരുപാട് ടോർക്ക് കമ്മിയാകുമ്പോൾ നമുക്കത് ചെറിയൊരു വൈബ്രേഷൻ വരും. അത് ടോർക്ക് കിട്ടാത്തത് കൊണ്ടാണ്. നമ്മൾ 4th ഗിയറിലൊന്നും വെച്ചാൽ നമുക്ക് 30 കിലോമീറ്റർ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കിടന്ന് പറയിൽ വരും. അത് നോർമൽ കംപ്ലൈൻ്റ് ആണ്. പിന്നെ എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും മാറിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എല്ലാവരോടും കാണുന്നവരോടാണെങ്കിൽ ശരി, മാറ്റിയിട്ട് പോയ ആൾക്കാരാണെങ്കിൽ ശരി, ഇനി മാറ്റാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ ശരി, എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സും മൗണ്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗിയർ ലിവർ ചെറിയൊരു ഷേക്ക് ഉണ്ടാവും. എനിക്ക് പലരും ഇപ്പോൾ വിളിച്ച് ചോദിക്കുന്ന കാര്യമാണ്. എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും മാറിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും ഭയങ്കര ഒരു അടിപ്പ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നോർമലി ഉണ്ടാവും കുറച്ച് നാൾ, ഒരു 10,000-2,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഏകദേശം അത് ക്ലിയർ ആവും. അഥവാ അങ്ങനെ ക്ലിയർ ആയില്ലെങ്കിൽ ഓടോടെ അത് ക്ലിയർ ആവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും നമ്മൾ മാറ്റുമ്പോൾ വണ്ടി ശരിക്കും അങ്ങ് പൊങ്ങും. എഞ്ചിനും ഗിയർ ബോക്സും ശരിക്കും ഒന്ന് തൂക്കി നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുമ്പോഴും ആ ഒരു വൈബ്രേഷൻ ചെറുതായിട്ട് കിട്ടും. കുറച്ച് കഴിയുമ്പോൾ അത് നിൽക്കും കേട്ടോ. പക്ഷേ നമുക്ക് ഈ ഒരു ഉള്ളിൽ ഇൻറ്റീരിയൽ വരുന്നതിന് മുമ്പെന്നുള്ളൊരു മൂളിച്ച മാറണമെന്നുണ്ടെങ്കിൽ ഈ മൗണ്ട് മാറ്റിയേ പറ്റും. മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും എഞ്ചിൻ മൗണ്ടും മാറ്റിയേ പറ്റും. ഏകദേശം ഒരു 1,01,20,000 മാറ്റുന്നത് തന്നെ നല്ലതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റബ്ബർ ബുഷുകളാണ്, ഹീറ്റാവുന്ന ഭാഗങ്ങളാണ്. അതൊക്കെ ഹാർഡാകാൻ ചാൻസ് ഉണ്ട്. കുറേ നാൾ ഇങ്ങനെ ഹീറ്റായി ഓടുമ്പോൾ ആ ഭാഗം, ആ റബ്ബർ ബുഷ് ഭയങ്കരമായിട്ട് ഹാർഡാകുന്ന സമയത്ത് നമുക്ക് എഞ്ചിൻ്റെ വൈബ്രേഷൻ, ടോർക്ക് എല്ലാം, എഞ്ചിൻ കിടന്ന് വിറയ്ക്കുന്ന എല്ലാം കൺവേർട്ടായിട്ട് ബോഡിയിലേക്ക് വരും. ആ ബോഡിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ കറ എന്നുള്ളൊരു സൗണ്ടും എഞ്ചിൻ ഓടിക്കാനൊരു സ്മൂത്ത്നെസ് ഇല്ലായും അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അത് എന്തായാലും ഇത് മാറും. അപ്പോൾ ഈ എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും മാറിയപ്പോൾ തന്നെ ഇത് പക്ക ഓക്കെ. ഇത് വരുന്നത് ഇനോവയുടെയാണ്. 2 വീൽ ഡ്രൈവ് ഒക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇനോവയുടെ സെയിം തന്നെയാണ് എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും. 4 വീൽ ഡ്രൈവ് ആകുമ്പോഴാണ് നമുക്ക് ഡബിൾ ഗിയർ ബോക്സ് വരുമ്പോൾ വലിയ മൗണ്ട് വരും ബാക്കിലേക്ക് വരുന്നത്. എഞ്ചിൻ മൗണ്ട് സെയിം ആയിരിക്കും, പക്ഷേ ഗിയർ ബോക്സ് മൗണ്ട് വ്യത്യാസം വരും. അപ്പോൾ മാക്സിമം ഈ എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും ഒക്കെ ഇടുമ്പോൾ എപ്പോഴും ഒറിജിനൽ ഇടാൻ നോക്കുക. ഒറിജിനൽ ഇട്ടാൽ മാത്രമേ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിൽ ശരി, നേരത്തുള്ള ആ കംപ്ലയിൻറ്റ് കംപ്ലീറ്റും മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ കോളം ബൂട്ടും ഇതിനകത്ത് മാറിയിട്ടുണ്ട്. അത് മാറിയപ്പോൾ എഞ്ചിൻ്റെ സൗണ്ട് നമുക്ക് ഉള്ളിലേക്ക് ഒട്ടും തന്നെ ഇല്ല. ഇപ്പോൾ AC സൗണ്ട് മാത്രമേ ഉള്ളൂ. എഞ്ചിൻ്റെ സൗണ്ട് എന്ന് പറയുന്ന സാധനം ഉള്ളിലേക്ക് നമുക്ക് അറിയണില്ല. ഒരു സ്മൂത്ത് റണ്ണിങ് എന്നുവെച്ചാൽ വണ്ടിയിൽ അത്രത്തോളം പണിതിട്ടുണ്ട്. വണ്ടി ഇൻറ്റീരിയലിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കും ഫ്രണ്ടും എല്ലാം പക്ക സീറ്റൊക്കെ ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിശയപ്പെട്ടു പോകും. അമ്മാതിരി വർക്കാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ഇൻറ്റീരിയൽ കംപ്ലീറ്റും പക്ക നീറ്റായിട്ട്, കളർ ടോൺ ആണെങ്കിൽ ശരി, അതിൻ്റെ ഒരു സീറ്റിൻ്റെ ഒരു മോഡലാണെങ്കിൽ ശരി, എന്താണെങ്കിലും ശരി, കാണാൻ അത്രയും നീറ്റായിട്ടുണ്ട്. അതേപോലെ തന്നെ ഡാഷ്ബോർഡിൽ ഡബിൾ കളർ കൊടുത്തിട്ടുണ്ട്, റെഡും ഇതും വരുന്നത് പോലെ. അതും കാണാൻ തന്നെ ഒരു നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാതിരിക്കണമെന്നല്ല. അമ്മാതിരി സ്പീക്കർ സിസ്റ്റമാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മാതിരി അടിക്കുന്നത്. ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കോളേജിലുള്ള ഒന്നുമല്ല, അത്രയും വലിയ സിസ്റ്റമാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. നമ്മളും ഏകദേശം കുറച്ച് ചെയ്തിട്ടുണ്ട്, എങ്കിലും അതിൻ്റെ ഡബിൾ മടങ്ങാണ് ഇതിൽ സ്പീക്കർ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉള്ളത്. മൊത്തത്തിൽ വണ്ടി ഒരു കുട്ടപ്പനാണ് എല്ലാം കൊണ്ടും. പുറമേ ആണെന്നുണ്ടെങ്കിലും ലൈറ്റ്സുകളും കാര്യങ്ങളും എക്സ്ട്രാ ഫിറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ പരമാവധി ആഡ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അവർ. അത് പക്ഷേ എങ്കിൽ ക്യൂട്ടായിട്ടുള്ളത്, ആരും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നുള്ളൊരു മോശം പറയുന്നതല്ല, പക്ക നീറ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും അവർ ഡിസൈൻ ചെയ്ത് പക്ക ചെയ്തിരിക്കുന്നത്. സൗണ്ട് സിസ്റ്റം ആണെങ്കിലും ശരി, പുറമേ ഉള്ള എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ എല്ലാം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ക്യൂട്ട്നെസ് തോന്നുന്ന പോലെ, ഒരു അപ്പോൾ എന്ന് പറയുന്ന പോലെ ഒന്നുമല്ല, പക്ഷേ നീറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ മെക്കാനിക്കൽ വർക്കും കൂടെ ഇതിനകത്ത് കംപ്ലീറ്റ് ആയപ്പോൾ വണ്ടി വേറെ ലെവലായി. നമുക്ക് ഓടിക്കാൻ തന്നെ നല്ല രസം. ഞാനിപ്പോഴും 4th ഗിയറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മറ്റേ 40-50 എന്ന് പറഞ്ഞ മാതിരി സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, പക്ക നീറ്റാണ്. ഇപ്പം നമ്മൾ റഫ് റോട്ടിൽ കൂടിയാണ് ഓടിക്കുന്നത്, പോക്കറ്റ് റോട്ടിൽ. ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചാടി ബോബ്ലിംഗ് ഒക്കെ ആയിട്ടാണ് പോകുന്നത്. എന്താ വെച്ചാൽ സസ്പെൻഷൻ അത്രത്തോളം പോയതാണല്ലോ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക നീറ്റാണ്. വണ്ടി ഓടിക്കുന്നതിന് സ്റ്റെബിലിറ്റി ഉണ്ട്. അലൈൻമെൻറ്റ് ചെയ്തിട്ട്, അലൈൻമെൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് നിൽക്കും. പിന്നെ ഇതിൽ ആകെ ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ടയർ മാറാനുണ്ട്. ആ 4 ടയറും കൂടെ മാറിയുണ്ടല്ലോ, വണ്ടി പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. മെക്കാനിക്കൽ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ പക്കായിരിക്കും. പിന്നെ ഗിയറിലൊരു ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു നേരത്തെ. കസ്റ്റമർ വരുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ പറഞ്ഞ ഗിയറിലൊരു ടൈറ്റ് നമ്മൾ നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ ഗിയർ ലിവറിൻ്റെ ബുഷ് പോയിരിക്കുക. ആ ബുഷ് പോയതുകൊണ്ട് 2nd ഗിയർ 3rd ഗിയർ ഒക്കെ ടൈറ്റാണ്. മെയിനായിട്ട് ഈ ഒരു കംപ്ലയിൻറ്റ് വരുന്നത് എങ്ങനെയാണെന്നറിയോ, ഇനോവയിലൊക്കെ നമ്മൾ 2nd ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ
കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ചാടും. അങ്ങനെ വരുമ്പോൾ വേറെ ഒന്നും നോക്കണ്ട, അടിയിൽ ഗിയർ ലിവറിൻ്റെ ബുഷ് മാറ്റി വിടുക. ഒരു 717 രൂപ അങ്ങോട്ട് വരുന്നുണ്ട്. ഒറിജിനൽ ബുഷ് കിട്ടാനുണ്ട്, സുലഭമായി കിട്ടാനുണ്ട്. ആ സാധനം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടൈറ്റ്നസ് ഫീൽ പോകും. പിന്നെ അതുപോലെ തന്നെ ഗിയറിന് ചെറിയൊരു കടിയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അതിൻ്റെ ഗിയർ ലിവറിൻ്റെ ബുഷ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഗിയർ സിസ്റ്റം സ്മൂത്ത് ആയിരിക്കും. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സൗണ്ട് സിസ്റ്റമാണ്. ഞാൻ എപ്പോഴും സൗണ്ട് സിസ്റ്റമാണ് എല്ലാത്തിലും ഫോക്കസ് ചെയ്യുന്നത്, നോക്കുന്നതൊക്കെ. പക്ഷേ ഇതിൽ അടിപൊളിയാണ്. ഹെഡ് റൂം വെച്ചിരിക്കുന്ന പൈനിയർ ആയതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ക്വാളിറ്റിയാണ്. പാട്ട് വെച്ച് കേൾപ്പിക്കാൻ പറ്റില്ല, കോപ്പി റൈറ്റിംഗ്, അതുകൊണ്ടാണ് വയ്ക്കാത്തത്. അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്, ഒന്നും പറയാനില്ല. ആ സൗണ്ട് സിസ്റ്റം സെറ്റ് ചെയ്തതിൽ കേൾക്കാൻ തന്നെ നല്ല രസമാണ്. ആ ഒരു വോക്കലും ആ ക്രിസ്റ്റൽ ക്ലാരിറ്റിയും ആ ഒരു ബാസും എല്ലാം കയറി വരുന്നുണ്ട്. ഒന്നും കുറവായിട്ടോ കൂടിയിട്ടോ അല്ല, എല്ലാം പക്ക നീറ്റായിട്ടാണ് കയറി വരുന്നത്. കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ അലൈൻമെൻറ്റും കൂടെ ചെയ്തിട്ട് നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാം. അപ്പോൾ പറഞ്ഞ കംപ്ലയിൻ്റ് എല്ലാം തീർത്തിട്ടുണ്ട്. വണ്ടിയും പക്കയാക്കി നീറ്റാക്കി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സീറ്റ് ബോൾട്ട്, ഇത് ചെറിയ സീറ്റിൻ്റെ ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സീറ്റ് ബോൾട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് ഡോർ പാഡ് ഒന്ന് ടൈറ്റ് ചെയ്യേണ്ട, ആ മാത്രമേ ഉള്ളൂ. അതുപോലെ ചെയ്തിട്ട് നമുക്ക് ഡോറിലൊന്ന് ചെറിയൊരു ഇൻസുലേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഡെലിവറി ചെയ്യാം. കംപ്ലയിൻറ്റ് പറഞ്ഞ കംപ്ലയിൻ്റ് എല്ലാം സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും